ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി മുമ്പോട്ട് പോകേണ്ടതാ. അതിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും ആവരുത്. പ്രതിഭയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റണമെന്ന് എൻ്റെ അഭിപ്രായം. നമ്മുടെ വീട്ടിൽ പ്രതിഭ സുരക്ഷിതയല്ലെന്നാണോ ഏട്ടൻ പറയുന്നത്? അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ? എടാ സത്യ, ഇത് പരീക്ഷണം നടത്തേണ്ട കാര്യമല്ല. നിന്റെ ഭാര്യയും കുഞ്ഞിനെയും നീ തന്നെ സംരക്ഷിക്കണം. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ പേടിച്ചാലാവും ഇന്ദ്രേട്ട എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച് പ്രതിഭയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. ശരി, എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ, പ്രതിഭയുടെ അവസ്ഥ എന്താ? ഇപ്പോ വലിയ പ്രശ്നമൊന്നും കാണാനില്ല. അകത്തെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് കാണേണ്ടതാ. ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ വൈഫിന്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഹസ്ബൻഡും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. വയറ്റിൽ വളരുന്ന കുഞ്ഞ് രണ്ടുപേരുടെയും കൂടിയല്ലേ. പ്രഗ്നൻസി ടൈമില് ആവശ്യമില്ലാത്ത തലവേദനകളൊന്നും ഏറ്റെടുക്കരുതെന്ന് ഭാര്യയോട് പറയണം. പിന്നെ വീട്ടിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രതിഭ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയും വേണം. ശരി ഡോക്ടറെ. എന്നാ ശരി. ഞാനൊരു ഡ്രിപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും സമയം ഒബ്സർവേഷനിലിരിക്കട്ടെ. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡ്രിപ്പ് കഴിയുമ്പോൾ വിടാം. ശരി. താങ്ക്സ് ഡോക്ടർ. ഓക്കെ. ഡോക്ടർ, ഞങ്ങൾക്ക് പ്രതിഭയെ പോയെന്ന് കാണാലോ അല്ലേ? കാണാം. പ്രതിഭ ഒന്ന് മയങ്ങുന്നുണ്ടെങ്കിൽ മയങ്ങിക്കോട്ടെ. ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. ശരി ശരി. ഇന്ദ്രേട്ടാ, വാ സത്യേട്ടാ. സത്യേട്ടാ, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. മനസ്സിലൊരു ടെൻഷനും വേണ്ട. ഹാപ്പി ആയിട്ടിരിക്കണം. അല്ല, എന്നാലും എന്തുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു വയ്യായ്ക വന്നെന്ന് പ്രതിഭയ്ക്ക് പറയാൻ പറ്റുമോ? ഒരു കാരണവുമില്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ. പ്രതിമയുടെ മനസ്സിന് വിഷമം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കണം പ്രതിഭ. അത് ശരിയാ. ഇതിപ്പോ ഓവർ തിങ്കിങ് കാരണം ഉണ്ടായതായിരിക്കും എനിക്ക് തോന്നുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ പ്രതിഭയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ആ സ്ഥിതിക്കിനി വെറുതെ ഓരോന്നും ചോദിച്ചും പറഞ്ഞും പ്രതിഭ ആരും ടെൻഷൻ ആക്കണ്ട. വാ. മോൾക്ക് എങ്ങനെയുണ്ട്? മോള്, എന്റെ മോളുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? പേടിക്കേണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രതിഭയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. ഭഗവാനെ, നീ കാത്തു. നിനക്ക് വയ്യാതെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോ ഒരു സമാധാനവും ഇല്ലായിരുന്നു. ഒന്നും സംഭവിക്കരുതെന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാ ഇവിടെ വരെ വന്നത്. ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഇനി ആരും ടെൻഷൻ ആവണ്ട. പ്രതിഭയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞില്ലേ? അതെ, ഡ്രിപ്പ് കഴിഞ്ഞ ഡിസ്ചാർജ് ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. സത്യേട്ടാ, ഞാൻ ശ്യാമേട്ടനെ ഇറങ്ങിക്കോട്ടെ. കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് സമയം ഇവിടെ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. നിങ്ങൾ ഇറങ്ങിക്കോ, ഇവിടെ ഇപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ. അതെ, ഞങ്ങള് ട്രിപ്പ് കഴിയുമ്പോ അങ്ങ് വന്നോളാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, സമാധാനായിട്ടിരിക്കണം. ശ്യാമേട്ടാ, വാ, പോ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ.
ശരി